ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു ക്യാപ്സ്യൂൾ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SLC എക്സാമിന് വേണ്ടിയുള്ള ക്യാപ്സ്യൂൾ സീരീസിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ ചോദിച്ചൊരു ചോദ്യം, പിന്നെ പ്രോബബിലിറ്റിയുടെ ബേസിക് കോൺസെപ്റ്റ് എന്താണ്. സോ ബേസിക്കലി പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എനി പർട്ടിക്കുലർ ഇവന്റ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോബബിലിറ്റി അഥവാ സാധ്യത എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്, അതായത് നമുക്ക് താല്പര്യമുള്ള ഔട്ട്കംസ് എത്രയുണ്ട്, നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് നമ്മളൊരു കോയിൻ എടുത്തു, നമ്മളൊരു കോയിനെ ടോസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ഹെഡ് വീഴാം അല്ലെങ്കിൽ ടെയിൽ വീഴാം. അപ്പം നമ്മളിപ്പോൾ നോക്കുവാണ് പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ഹെഡ് എന്ന് പറഞ്ഞാൽ ഒരു കോയിൻ ഇട്ട് കഴിഞ്ഞാൽ രണ്ട് ഔട്ട്കം ആണ് പോസിബിൾ, ഒന്നെങ്കിൽ നമുക്ക് ഹെഡ് വീഴാം അല്ലെങ്കിൽ ടെയിൽ വീഴാം. സോ ഓൾ പോസിബിൾ ഔട്ട്കം എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. അതിൽ നമുക്ക് ഫേവറബിൾ ഏതാണ്? ഹെഡ് ആണ്. അപ്പൊ അതിൽ എത്രയുണ്ട്? 1. അപ്പൊ 1/2 ആകും ഹെഡ് വീഴാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഈ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട് ജോമെട്രിക്കൽ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഏരിയയുമായി ബന്ധപ്പെട്ട പ്രോബബിലിറ്റി പാർട്ട് എന്ന് ചോദിച്ച ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എ ഡോട്ട് ഈസ് പുട്ട് ഇൻസൈഡ് ദ സർക്കിൾ വിതൗട്ട് ലുക്കിംഗ് ഇറ്റ്. അതായത് ഈ തന്നിരിക്കുന്ന സർക്കിളിൽ നമ്മൾ കണ്ണടച്ച് ഒരു ഡോട്ട് ഇടാനായിട്ട് പോവുകയാണ്. സോ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഡോട്ട് ടു ബി വിതിൻ ദ അൺഷെയ്ഡഡ് പാർട്ട്? ഡോട്ട് അൺഷെയ്ഡഡ് പാർട്ടിൽ ആവാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഡോട്ട് ടു ബി വിതിൻ ദ ഷെയ്ഡഡ് പാർട്ട്? എന്താണ് ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വീഴാനുള്ള സാധ്യത എന്താണ്? നമുക്കിതിൽ തന്നിരിക്കുന്ന മൊത്തം ഒരു സർക്കിളാണ്. നമുക്കറിയാം ഇപ്പൊ എന്താ പറയുക, ഈ ടോട്ടൽ ഈ സർക്കിളിന്റെ ഏരിയയുടെ എത്ര പാർട്ടാണ് ഷെയ്ഡഡ് പാർട്ടിന്റെ ഏരിയ വരിക അല്ലെങ്കിൽ അൺഷെയ്ഡഡ് പാർട്ടിന്റെ ഏരിയ വരിക എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു പർട്ടിക്കുലർ സർക്കിൾ എടുത്താൽ, ഈ ഒരു സർക്കിൾ നമ്മൾ കൺസിഡർ ചെയ്താൽ സർക്കിളിനകത്ത് തന്നിട്ടുണ്ട് 120 ഡിഗ്രി ആംഗിൾ വരുന്നത് എവിടെയാണ്? അൺഷെയ്ഡഡ് പാർട്ടിലാണ്. ഒരു പർട്ടിക്കുലർ പോയിന്റ് കൺസിഡർ ചെയ്താൽ അതിന് ചുറ്റുമുള്ളത് എത്രയാണ്? 360 ഡിഗ്രിയാണ്. അപ്പൊ 360 ഡിഗ്രിയെ സംബന്ധിച്ചിടത്തോളം 120 ഡിഗ്രി എന്ന് പറയുന്നത് 360 ഡിഗ്രിയുടെ 1/3. കറക്റ്റാ? 360 ഡിവൈഡഡ് ബൈ 3 ആണ് 120 ഡിഗ്രി എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഒരു സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം അൺഷെയ്ഡഡ് പാർട്ട് എന്ന് പറയുന്നത്, അൺഷെയ്ഡഡ് പാർട്ട് അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം എന്ന് പറയുന്നത് 120 ഡിഗ്രി കവർ, അതായത് നേരെ 1/3 ഭാഗമാണ്. നേരെ തിരിച്ച് ഷെയ്ഡ് ചെയ്ത പാർട്ട് എന്ന് പറയുന്നത് നേരെ മറിച്ച്. അപ്പൊ എന്താ 1/3 ഭാഗം പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 2/3 പാർട്ടാണ് ഉള്ളത്. സോ അങ്ങനെയാണ് എങ്കിൽ ഒരു സർക്കിളിനകത്ത് ഷെയ്ഡഡ് പാർട്ട് 2/3 അൺഷെയ്ഡഡ് പാർട്ട് 1/3 ആണെങ്കിൽ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്ത് വീഴാനുള്ള സാധ്യത എത്രയാണ്? ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്ത് വീഴാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1/3, ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വീഴാനുള്ള സാധ്യത എന്ന് പറയുന്നത് 2/3 ആണ്. ഷെയ്ഡ് ചെയ്ത ഭാഗത്തോടെ 2/3. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ ലിങ്ക് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.